And can we start? All are ready, then you can start. Yes, Aditya. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദിത്യ മനോജ്, ഗ്രിഗോറിയൻ സെനറ്റ് ഹൗസ് ഓഫ് പീസ് പ്രീഫെക്റ്റ് ആണ്. പൂക്കളവും ഓണത്തപ്പനും ഓണക്കോടിയും ഒക്കെയായി വീണ്ടും ഓണം വന്നെത്തി. മാവേലി നാടു പാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഈ ഓണപ്പാട്ട് എന്റെ എല്ലാ കൂട്ടുകാരും കേട്ടിട്ടുണ്ടാവുമല്ലോ. നന്മയുടെയും കൂട്ടായ്മയുടെയും ഉത്സവമാണ് ഓണം. എന്റെ കൊച്ചു കൂട്ടുകാർ അവരുടെ അച്ഛന്റെയും അമ്മയുടെയും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ ചേർന്നൊരുക്കിയ ഈ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും KG ടു ട്യൂലിപ്പിലെ കൊച്ചുമിടുക്കന്മാരൊരുക്കിയ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. പിന്നെ ഒരു കാര്യമുണ്ട്, ട്യൂലിപ്പിലെ ഈ കൂട്ടുകാർ എന്റെ സ്വന്തം കുഞ്ഞനിയത്തിയും കുഞ്ഞനിയനുമാണ്. ഞാനും നിങ്ങളെ പോലെ നാസ്നി മിസ്സിന്റെ കുഞ്ഞായിരുന്നു. എന്റെ അനിയനും അനിയത്തിക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്കും വേണ്ടി ഓണപരിപാടി ഒരുക്കി തന്ന സൂര്യ ആന്റിയോടും പൂജ ആന്റിയോടും ഏവർക്കും വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ഇനി സൂര്യ ആന്റി നമുക്കായി എന്തോണ സമ്മാനമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് കാണാം. നന്ദി ആദിത്യ, ഞങ്ങളുടെ പരിപാടിക്ക് ഒരു നല്ല തുടക്കം തന്നതിന്. ഓരോ ഓണവും മാറ്റത്തിന്റെ ചമ്പലിയാണ്. അതിൽ തെറ്റ് ശരി എന്നൊന്നുമില്ല. ഒരുപക്ഷെ ഈ മാറ്റങ്ങളില്ലായിരുന്നെങ്കിൽ നാം മലയാളികൾ എന്നേ ഓണം എന്ന പദം പറഞ്ഞെങ്കിൽ അല്ലേ? വിത്തും കൈക്കോട്ടും എന്നതിൽ നിന്നും മാറി മൊബൈൽ, ഇന്റർനെറ്റ്, ഓൺലൈൻ ഇതൊക്കെ കടന്നു വന്നതും ഈ ഒരു മാറ്റത്തിന്റെ വകഭേദമായിരുന്നിരിക്കാം. അങ്ങനെയുള്ളൊരു മാറ്റത്തിന്റെ കൂടെ ചേരാനും അതിന്റെ ചുവട് പിടിച്ച് ഒപ്പം നിൽക്കാനുമായി ഈ കൊല്ലവും കഴിഞ്ഞ കൊല്ലത്തെ പോലെ ഈ കൊല്ലവും ഞങ്ങൾ, അതായത് ഞങ്ങളുടെ ട്യൂലിപ്പ് കുടുംബം നിങ്ങൾക്ക് മുന്നിൽ ഒരു നല്ല ഗ്രാൻഡ് ഓൺലൈൻ ഓണപരിപാടി അവതരിപ്പിക്കുകയാണ്. പരസ്പരം അറിയാതിരുന്ന കുടുംബങ്ങളായിരുന്നു ഞങ്ങൾ, വ്യത്യസ്തരായ 26 കുടുംബങ്ങൾ. എന്നാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ട്യൂലിപ്പ് എന്ന വികാരത്തിന് മുന്നിൽ ഒത്തുചേർന്ന് ഒരുമിച്ച് ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടി ഒരുക്കിയെടുത്ത ഒരു നല്ല മനോഹരമായ പൂക്കളമാണിത്. ഈ ചിങ്ങമാസത്തിൽ നമ്മുടെ ഓണപ്പുലരികളിൽ നിങ്ങൾക്ക് മുന്നിൽ ഈ ഐശ്വര്യത്തിന്റെ പൂക്കളവുമായി ഞങ്ങൾ വരുന്നത് ഒരു നല്ല ഓണനിലാവ് തെളിയിക്കുവാനാണ്. ഞങ്ങളുടെ ട്യൂലിപ്പിന്റെ ഓണനിലാവ്, പൊന്നോണനിലാവ്. ഈ ഓണപരിപാടിയിൽ വന്നു പോകുന്ന ഓരോ ചിത്രത്തിലും വീഡിയോയിലുമുണ്ട് ഞങ്ങളുടെ കുരുന്നുകളുടെ ചിരി, അവരുടെ സന്തോഷം. അതെ, ഞങ്ങൾ ഈ ഓണപരിപാടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വരും നാളുകളിലെ ഓർമ്മച്ചിപ്പിൽ സൂക്ഷിച്ചു വയ്ക്കാനായി ഒരുക്കി കൊടുക്കുന്ന ഒരു മനോഹരമായ, ഒരിക്കലും മാഞ്ഞു പോകാത്ത, ശോഭമങ്ങാത്ത ഒരു നല്ല സമ്മാനമാണ്. അവർക്കുള്ള ഞങ്ങളുടെ ഓണസമ്മാനമാണ്. ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളുടെ കുരുന്നുകളെ കൈപിടിച്ചേൽപ്പിച്ച ഗ്രിഗോറിയൻ സ്കൂളിനും അതിൻ്റെ മാനേജ്മെന്റിനും അതിൻ്റെ എല്ലാമായ ജയ മാമിനും, പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇന്നലെകളെയും ഈ നിമിഷങ്ങളെയും വരുവാനുള്ള നാളുകളെയും മനോഹരമാക്കുന്ന അധ്യാപകർക്കും, ഞങ്ങളുടെ ട്യൂലിപ്പ് കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും, പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയം കവർന്ന ആശാ മിസ്സിനും നാസ്നി മിസ്സിനും, ഈ പരിപാടി കാണുന്ന അറിയുന്നതും അറിയാത്തതുമായ ഓരോ കാഴ്ചക്കാർക്കും ഞങ്ങളുടെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ ഓണാഘോഷം കാണുക, ആസ്വദിക്കുക. നിങ്ങൾ ഓരോ കാഴ്ചക്കാരുടെയും മനസ്സിൽ നല്ലൊരു പുഞ്ചിരി തൂകുന്ന ഓർമ്മയാകാൻ ഞങ്ങളുടെ ഈ ഓണപരിപാടിക്ക് തീർച്ചയായും കഴിയും. ഞങ്ങൾ അകന്നിരുന്ന് തയ്യാറാക്കിയ ഈ ഓണപരിപാടി നമുക്ക് ഇങ്ങനെ അടുത്തിരുന്ന് കൂടാ ആസ്വദിക്കാം. നമുക്ക് ഓണനിലാവ്, ട്യൂലിപ്പിന്റെ ഓണനിലാവ്. അതെ, ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിലെ KG ടു ട്യൂലിപ്പ് കുടുംബം. തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ അത് സാരമില്ലെന്നേ.
ഓണം ഒന്ന് ആഘോഷിച്ചാലോ? നമ്മുടെ ഓണം ആഘോഷത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രേസ്, ബേബി അച്ഛൻ, ജോർജ് അച്ഛൻ, പ്രിൻസിപ്പൽ ചെയർമാൻ, നസീൻ മിസ്, സിനി മിസ്, മറ്റെല്ലാവരെയും ഞങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഞാനും എന്റെ കൂട്ടുകാരും എല്ലാ പരിപാടികളും നല്ലോണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളെ അനുഗ്രഹിക്കണേ. മമ്മി മോനിത് എവിടെ പോയതാ മാസ്ക് ഒക്കെ വെച്ച്? ഞങ്ങളോ പൂ പറിക്കാൻ പോയി നോക്കിയിട്ട് കൊള്ളാലി ഇത് ഒത്തിരി പൂവുണ്ടല്ലോ. കോവിഡ് കാരണം കുറച്ച് പൂവൊക്കെ പറിക്കാൻ പറ്റുള്ളൂ. ഞാനും മോനെയും കൊണ്ട് പൂ പറിക്കാൻ പോയപ്പോൾ എല്ലാം എനിക്ക് ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ചാണ് ഓർമ്മ വന്നത്. എന്ത് രസമായിരുന്നു! പൂക്കളെല്ലാം രാവിലെ 4 മണിക്ക് എഴുന്നിച്ച് കുളിച്ച് പൂക്കളയിട്ട് എന്ത് രസമായിരുന്നു ആ കാലം. അപ്പൊ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പൂ പറിക്കാൻ പോവോ? 4 മണിക്ക് അടിച്ച് പൂ പറിക്കാൻ പോവില്ല. തലേദിവസം വൈകിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി പാടത്തും പറമ്പിലും എല്ലാം നടന്ന് കുറേ പൂക്കളെല്ലാം പറിച്ച് കൊണ്ടുവന്ന് അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് രാവിലെ 4 മണിക്ക് എണിച്ച് കുളിച്ച് പൂക്കളിടും. എന്ത് രസമാണെന്നറിയാമോ? പൂക്കളിട്ട് കഴിഞ്ഞിട്ട് ആ രസം. ഞങ്ങളപ്പോൾ കൂട്ടുകാരുടെ വീടുകളിൽ കൂടി എല്ലാം പോവും. ആരുടെ പൂക്കളാണ് നല്ലതെന്ന് അറിയാനായിട്ട് അവിടെയൊക്കെ പോയിട്ട് വരും. എന്ത് രസം! ഇപ്പോഴത്തെ കാലത്ത് എന്താ ഈ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന കുറച്ച് പൂക്കളെടുത്ത് ഒരു തട്ടിക്കൂട്ട് പൂക്കളിട്ട് പിള്ളേരെ കാണിക്കും. അതല്ലേ ഉള്ളൂ. എന്നാലും മക്കളെ അത് ഞങ്ങളുടെ കാലത്തെ ആ ഒരു ഓണമൊന്നും ആഘോഷമൊന്നും കാണാനുള്ള യോഗം, അതുപോലത്തെ ഒരു ഓണം ആഘോഷിക്കാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടായില്ല. അയ്യോ, ഹൃദയപ്പൂത്താലം നിറയെ നിറയെ മലർവാരി നിറച്ചു വരും രാജാവേ പൂക്കണി കാണാൻ എൻ മുന്നിൽ. എൻ ഹൃദയപ്പൂത്താലം നിറയെ നിറയെ മലർവാരി നിറച്ചു വരും രാജാവേ പൂക്കണി കാണാൻ എൻ മുന്നിൽ. അയ്യോ, നിങ്ങൾ വീഡിയോ എടുക്കുമായിരുന്നോ? അതെന്നാ എന്നോട് പറയാതെ എടുത്ത വീഡിയോ? പറയാണ്ടെടുത്തോണ്ടല്ലേ മമ്മിയുടെ കുട്ടിക്കാലത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയത്. ഞങ്ങളുടെ ഓണം ഒട്ടും മോശമല്ലായിരുന്നു മമ്മി. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ടാണ് ഞങ്ങൾ ഓണം ആഘോഷിച്ചത്. എന്തോന്ന് ഓണം? സ്കൂളിലും കോളേജിലൊക്കെ ഓണാഘോഷം കഴിഞ്ഞ് ബാക്കി വരുന്ന പൂ കൊണ്ടൊരു തട്ടിക്കൂട്ടി പൂക്കളെ ഇടും. ഓണം ആഘോഷമല്ലേ മമ്മി? അതെങ്ങനെയായാലും നമ്മൾ ആഘോഷിച്ചാൽ പോരെ. ഞങ്ങളുടെ ജനറേഷനും ഒട്ടും മോശമല്ലാണ്ട് തന്നെയാണ് മമ്മി ആഘോഷിച്ചത്. പാവം കുട്ടികൾ, അവർക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ആഘോഷമല്ലേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ 10 ദിവസം ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. അതെന്ത് സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു ആ ഓണത്തിൻ്റെ 10 ദിവസങ്ങൾ. അങ്ങനെയൊന്നും പറയില്ലേ മമ്മി. ഞങ്ങളുടെ ഗ്രിഗോറിയൻസിന്റെ ഓണവും ഭയങ്കര സ്പെഷ്യലാ. ഓണം എന്ന് പറയുമ്പോ തന്നെ മനസ്സിൽ വന്നെ ഞങ്ങളുടെ ഗ്രിഗോറിയൻസിന്റെ ഓണ. എന്ത് രസമായിരുന്നു. ഡാൻ
നമ്മുടെ ഗ്രിഗോറിയൻസിന്റെ ഓണം എന്നാ രസമാണെന്നറിയോ? ഓണം സ്റ്റാർട്ട് ചെയ്യുന്നതിന് എത്രയോ ദിവസം മുമ്പ് നമ്മുടെ ടീച്ചേഴ്സും ചേച്ചിമാരും കൂടെ എല്ലാവരും കൂടെ നമ്മുടെ ഓണത്തിന്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് എന്നിട്ട് ഓണത്തിന്റെ ഒത്തിരി ഗെയിംസും ഡാൻസും ഒക്കെ പഠിപ്പിച്ച് വള്ളംകളിയുണ്ട്. വള്ളംകളിയിൽ എന്താ ചെയ്യണമെന്നറിയോ? ബോട്ട്സ് ഉണ്ട്, നമുക്ക് ബോട്ട്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെ കാണിക്കും നമ്മള്. എന്നിട്ട് നമ്മള് റോ ചെയ്യും ബോട്ട് കൊണ്ട്. പിന്നെ പുലിക്കളിയുണ്ട്. പുലിക്കളിയിൽ നമ്മൾ പുലിയുടെ മാസ്ക് ഒക്കെ വെച്ചിട്ട് എന്നാ രസാന്നറിയോ? പക്ഷെ ഏറ്റവും സ്പെഷ്യൽ എന്താണെന്നറിയോ? നമുക്ക് നല്ല സദ്യ കിട്ടും. KG1 നും KG2 നും നല്ല സൂപ്പർ സദ്യ നമ്മുടെ സ്കൂളിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഈ നമുക്ക് കിട്ടുന്ന സദ്യയില് ചക്രവർത്തിയും ചിപ്സും എല്ലാം ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും ഇലയിലിരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കും. പിന്നെ നല്ല യമ്മി പായസം നമ്മൾ ഫ്രണ്ട്സ് എല്ലാരും കൂടെ കൂടി ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മള് ഫ്രണ്ട്സ് എല്ലാരും പിന്നെ ടീച്ചേഴ്സും ചേച്ചിമാരെല്ലാരും കൂടെ ബിഗ് പൂക്കളും ഇടും. എന്നാ രസാന്നറിയോ? പറഞ്ഞിട്ട് എന്താ കാര്യം മോളെ? ഇപ്പൊ ഓണം 2 വർഷമായിട്ട് ഓൺലൈനിലല്ലേ ആഘോഷിക്കുന്നത്. അതൊക്കെ അവന് മനസ്സിലാവണ്ടോ? പറഞ്ഞു കൊടുക്കാം. ഓൺലൈനിൽ ആഘോഷിക്കണെങ്കിലും നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കണേ. ഞങ്ങൾക്കൊരു അഡ്വാൻറ്റേജസും കൂടിയുണ്ട്. ഇതൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് വരുന്ന ജനറേഷനെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. മമ്മിയും പറഞ്ഞ പോലെ നമുക്ക് മെമ്മറൈസ് ചെയ്തൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് ദ ഹോൾ ഫാമിലി കൻ പാർട്ടിസിപ്പേറ്റ്. അപ്പൊ ഇത് ഒരു ഹോൾ ഫാമിലി ഇവന്റും കൂടി ആയിരുന്നു. ശരിയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പോയി
ഹായ് കൂട്ടുകാരെ, ഓണക്കാലായിട്ട് വെറുതെ ഇരുന്നാ മതിയോ? നമുക്ക് കുറച്ച് ഓണക്കളികൾ കളിക്കണ്ടേ? വാ എൻ്റെ കൂടെ പോര്. നല്ല സുന്ദര മുഹൂർത്തത്തിൽ കല്യാണമെന്നവൾക്കു വാക്കും കൊടുത്തേതകത്തെയോ മാങ്ങമാസത്തിൽ നല്ല സുന്ദര മുഹൂർത്തത്തിൽ കല്യാണമെന്നവൾക്കു വാക്കും കൊടുത്തേതകത്തെയോ ചിരതൻ വസതിയിൽ മത്തങ്ങ പന്തലിട്ടു വെള്ളരി പടവലം തോരണം ചാർത്തിതകത്തെയോ ക്യാരറ്റു മുരിങ്ങക്ക സദ്യകൾ ഒരുക്കുന്നു ക്യാബേജു വിളമ്പുവാൻ തിടുക്കം കൂട്ടിതകത്തെയോ
മുത്തശ്ശി മുത്തശ്ശി ഓണക്കളിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നമുക്കിത് കുറെ ഡാൻസ് കണ്ടാലോ? ഡാൻസും ദൈവത്തിരി ഉണ്ടല്ലോ. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ ചുണ്ടിൽ പാട്ട്.
കേൾക്കേറി ഓണത്തപ്പ മാവേലി ഓണപ്പാട്ടുകൾ പാടേണ്ടേ ഓണത്തപ്പ മാവേലി ഓണത്തപ്പ മാവേലി മഴ മാറി മാനം തെളിഞ്ഞു സൂര്യൻ തലയൊന്നു നീട്ടി മണ്ണ് തൊട്ട് വിളിച്ചു പൂവുകൾ നിന്നും ചിരിച്ചു പൂവുകൾ നിന്നും ചിരിച്ചു പൂവിലെങ്ങും മുഴങ്ങി പൂവിലെങ്ങും മുഴങ്ങി പുലിപ്പൂവേ 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 പുലിപ്പൂവേ. തിരുനാളുകളെല്ലാം ഓടിയെത്തുമ്പോൾ പദമളന്ന കാർന്നോരും പൂനുള്ളിയൊരുണ്ണികളും നറുമൊഴിയങ്ങേരുന്നു നമുക്ക് പൊന്നോണം. വെള്ളം നിറ ഉള്ളം നിറയെ മലയാളത്തൂമണിമുറ്റം കതിർ കാണുന്നേ മലരോണം പിരിവിനുക്കി ചിരിതൂകുന്നേ. പുലർക്കാലക്കുളിരിൽ പാടത്തും ഓരത്തും പൂ തേടി അലയാ പൂവിട്ടം 10 ചേരൊട്ടും പോകാതെ പൂവേണി കൈയെല്ലാം തീർത്തിടണം. കുമ്മാട്ടിക്കോലങ്ങൾ വന്നെത്തും നേരത്ത് പണ്ടത്തെ കുഞ്ഞായി നാം മാറിടണം. പാട്ടുണരുന്ന കാറ്റേ ഈ കായൽ കര നിന്നാലും കേൾക്കേണം തുകയേറിൻ ഹായ്, ഞങ്ങളുടെ ഓണപ്പാട്ടൊക്കെ കേട്ടില്ലേ? എന്ത് രസമല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഓണായിട്ട് കൊറേ ഓണക്കുപ്പായൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ട് നിൽക്കുന്ന എന്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടാലോ? അമ്മമാരും ഉണ്ട് കേട്ടോ.
ഭൂലോകം. മനസ്സിനുള്ളിലൊരോണം വിരുന്നു വരും നേരം ഞാനുമെന്നോമയും കാത്തിരിപ്പൂമോകം. പാടിവരും പാടൻ ആടിവരുന്നു ഞാൻ കൊഞ്ചിടും നെഞ്ചിലെ ചാഞ്ചക്കത്തിരുവോണം. കുളിച്ചൊരുങ്ങും പൂക്കാലം പൊലിച്ചൊരുക്കും പൂപ്പാടം പറിച്ചെടുക്കും അത്തം നാൾ പുലരി തൊട്ടേവത്തോണം. ഒരു കുത്തിപ്പൂം പരുത്തി മുള്ളേ തേന്മാവിൻ മാറി അയ്യയ്യാ മായാജാലം. മനസ്സിനുള്ളിലൊരോണം ഇരുന്നു വരും നേരം ഞാനുമെന്നോർമ്മയും കാത്തിരിപ്പൂമൂകം. പാടിവരും പാടൻ ആടിവരുന്നു ഞാൻ കൊഞ്ചിടും നെഞ്ചിലെ ചാഞ്ചക്കത്തിരുവോണം. അറുത്തടുക്കും നെല്ലെല്ലാം ഒഴിച്ചടുക്കും നേരത്തും കുടവദാനം ചെയ്യാനായി പുതുമയത്തും കാലത്തും കനവിലും നിലവിലും കളങ്കമില്ലൊട്ടും. മൊഴിയിലും മിഴിയിലും പരക്കെ സന്തോഷം. മാവേലി വന്നാവാ മാളോരേ കാണാവാ. പിറന്ന ചിങ്ങം നിറഞ്ഞ മണ്ണിൽ വിരുന്നുകൊള്ളാൻ നീ വാ. വായോ വായോ നീ വായോ 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 നീ വായോ വായോ. ഉപ്പൂപ്പ എന്താണ് ഈ മലയാളി മങ്ക? മലയാളി മങ്കയോ? ബാ, അന്റെ കൽബാണ് മലയാളി മങ്ക. താളമേളമീണമീട്ടുകൊണ്ടും
വരുതല്ല നാളെ എന്നും ഒന്ന് ചേരിയ മലയാളമംഗ ഉയർന്ന സ്വപ്നങ്ങൾ എന്റെ കൂട്ടുകാരന്റെ പുത്തൻ ഉടുപ്പിട്ടിട്ട് എന്തൊരു രസ. അമ്മമാരും നല്ലതാ. ഇനി നമുക്ക് വയറ് നിറച്ച് സദ്യ കഴിച്ചല്ലോ. പൈസയോ ഓ എനിക്ക് കൊതിയാവുക. നമുക്ക് പോവാം. നല്ലൊരു ഓണസദ്യ കഴിഞ്ഞു. ഇനി എന്താ ഞാൻ കാണിക്ക? എന്റെ ഫ്രണ്ട്സ് പഠിച്ച ഓണത്തിന്റെ കുട്ടി ഡോൺസ് നമുക്ക് കണ്ടാലോ?
പൂവേ പൂവേ പോലെ ആരവമായി മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ ഏഴേഴു വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ തെളിയും പൊന്നൊളിരാവിൽ നിറചന്ദനമൊഴുകുമ്പോൾ വെള്ളാമ്പൽ പൂ തേടിയതും അവനോടോരോ കഥകൾ ചൊല്ലിയതും മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ ഏഴേഴു വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ പൊന്നാരിൻ കൊയ്തല്ലോ പൊന്നോണം വന്നല്ലോ പൂവേ പൊലി ആരവമായി മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ ഏഴേഴു വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ എന്റെ ഫ്രണ്ട്സിനെ മാത്രം കണ്ടാല് എന്റെ ഫാമിലി കംപ്ലീറ്റ് ആവൂല. ആർക്ക് വരുന്നോണ്ട് നോക്കണം. ഇതാണ് അങ്ങനെ പ്രിൻസിപ്പാളാണ്. നമ്മളെ മാത്രമല്ലാതെ എല്ലാ ഗിരിഗോസിന്റെയും സ്നേഹനിധിയായ ജയമ്മ. അതെ, ഇതാരാന്ന് അറിയാമോ? ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ ഞങ്ങൾ താഴെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ചക്കരമ്മ. നമുക്ക് ഏറ്റവും നല്ല ചിത്രശല നല്ലൂടെ എല്ലാവരെയും പ്രിയപ്പെട്ട ചിന്നത്തില്ല ഇനി കുറെ പേരുണ്ട്. ഞങ്ങളെ പാട്ട് പഠിപ്പിക്കുന്ന ജോജോ സാർ, ഞങ്ങളെ ക്ലാസ് കേൾപ്പിക്കുന്ന സംഗീത മാസ്, ഞങ്ങളെ ഫിറ്റ്നസ് നോക്കുന്ന അഖിൽ സാർ. ഹായ്, ഞങ്ങളുടെ ഫാമിലി എന്ത് വലിയതാ. ഓണപരിപാടി എല്ലാവർക്കും ഇഷ്ടായോ? എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ആരാണ്? അതെ, മാവേലി. മാവേലി നമുക്ക് സന്ദേശം അയച്ചിട്ട് അതെന്താണെന്ന് കേട്ടാലോ? നമസ്കാരം, എന്നെ മനസ്സിലായല്ലേ? ഞാനാണ് മാവേലി. ഈ വർഷവും എന്റെ കുഞ്ഞുങ്ങളെ കാണാൻ വരുന്ന ഞാൻ വിഷമിച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് ഒരു ഹൈടെക് ഓണപരിപാടി കുറിച്ച് കേട്ടപ്പോ ചിരിയ വന്ന്. അന്നാലും കാണാന്ന് ഓർത്ത് ഞാനും ഒപ്പിച്ചു. ഇത് വരുന്നു. ഓണനിലാവ് കണ്ടു. സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളെന്നെ എത്തിച്ചു. ഈ പരിപാടി ചില ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂൾ ടൂലിപ്പ് കുട്ടികളിലും അവരുടെ അച്ഛനമ്മമാർക്കും ടീച്ചറിനും എന്റെ നന്ദി. അപ്പോൾ ശരി, അടുത്ത വർഷം കാണാം. അയ്യോ, പറയാൻ മറന്നു. മാസ്കും സോപ്പും സാനിറ്റൈസറും വാക്സിനും
നമസ്കാരം. ഞാൻ പൂജ ടൈറ്റസ്, രാഹേലിന്റെ അമ്മ. ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസം കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ദിവസങ്ങൾക്ക് മുൻപ് നാസ്നീൻ മിസ് ഞങ്ങളെ ഇങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ പേടിയോടെ ആണെങ്കിലും ഇതൊരു ചാലഞ്ചായി തന്നെയാണ് ഏറ്റെടുത്തത്. എന്റെ മോൻ ഉൾപ്പെടെയുള്ള KG2 കുടുംബാംഗങ്ങളെ ഒട്ടും ബോറടിപ്പിക്കാതെ 40 മിനിറ്റ് നേരം സന്തോഷത്തോടു കൂടി പങ്കെടുപ്പിക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ജോലി തന്നെയാണ്. അതിലുപരി പഴയ കാലത്തെ ഓണത്തിന്റെ പ്രൗഢിയും ഗാംഭീര്യവും സൗന്ദര്യവും ഒട്ടും ചോരാതെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ എത്തിക്കുക എന്നുള്ളതും അതിലും ശ്രമകരമായ ദൗത്യമാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഈ ഓണനിലാവ് അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നന്ദി പറയുമ്പോ ആദ്യം തന്നെ മനസ്സിൽ വരുന്ന പേര് ഞങ്ങളുടെ സ്വന്തം നാസ്നി മിസ് തന്നെയാണ്. ഏത് സമയത്തും നിറഞ്ഞ ചിരിയോടെ എല്ലാവരെയും ഒരേപോലെ പരിഗണിച്ച് ഒരു ഡയറക്ടറുടെ പരിവേഷത്തോടു കൂടി ഞങ്ങളുടെ കൂടെ നിന്ന നാസ്നി മിസ്സിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രിഗോറിയൻ സ്കൂളിൽ ഇങ്ങനെ ഒരു ഓണാഘോഷം സ്വതന്ത്രമായി ചെയ്യുവാൻ ഒരിക്കലും പ്രിൻസിപ്പൽ ജയ മാമിന്റെ സപ്പോർട്ട് ഇല്ലാതെ കഴിയില്ല. ഞങ്ങൾക്ക് തന്ന ഈ സ്വാതന്ത്ര്യത്തിനും തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാ ട്യൂലിപ്പ് കുടുംബാംഗങ്ങൾക്കും വേണ്ടി നന്ദിയും ഓണാശംസകളും നേരുന്നു. ഈ പരിപാടി ഈ രീതിയിൽ അവതരിപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നിസ്വാർത്ഥരായ കുടുംബാംഗങ്ങളോടും ഉള്ള നന്ദി ഒറ്റ വാക്കിൽ പറഞ്ഞുകൊള്ളട്ടെ. കൂടാതെ ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ജിഷ മിസ്, സിനി മിസ്, സെനറ്റ് മെമ്പർ ആദിത്യ, ടെക്നിക്കൽ സപ്പോർട്ട് ടീം, പേരൻസ്, ഗ്രാൻഡ് പേരൻസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹം നിറഞ്ഞ ഓണാശംസകളും നേരുന്നു. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ജയ മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട പേരൻസ്, കുട്ടികളെ, വളരെ സന്തോഷമായി, നിറഞ്ഞ് കവിഞ്ഞ്. ഇനി ഊണ് കഴിക്കൊന്നും വേണ്ട, വയറ് നിറഞ്ഞു എന്ന് തോന്നുന്ന പോലെയുള്ള ഫീലിംഗ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. എവിടെ നിന്നാണ് ഇനി കോംപ്ലിമെന്റ്സ് പറഞ്ഞു തുടങ്ങണ്ടേന്ന് അറിയില്ല. ഇതിലൊരു അമ്മൂമ്മ പറഞ്ഞു, പണ്ടത്തെ കാലത്ത് വീടുകളിൽ പൂക്കൾ ഉണ്ടായിട്ട് അടുത്ത വീട്ടിൽ ആരുടെയാ നല്ലതെന്ന് നോക്കാനായിട്ട് ഞങ്ങളൊക്കെ പോകുന്നത്. അമ്മൂമ്മയുടെ ജനറേഷനിലൊക്കെ ഏതാണ്ടൊക്കെ പെടുന്നു ഞാൻ. പക്ഷെ ഇപ്പോ നിങ്ങളെല്ലാവരും അവതരിപ്പിക്കുന്ന ഈ ഓണാഘോഷങ്ങൾ ഏതാ നല്ലത്, എങ്ങനെയാണത് അത് വാല്യൂ ചെയ്യേണ്ടത്, എന്തൊക്കെയാ പറയേണ്ടതെന്ന് വിട്ടുപോയി. ഇതാ അവിടെ നോട്ട്ബുക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഡയറി വെച്ചിട്ട് തന്നെയാണ് ഞാൻ എഴുതുക, കാരണം വിട്ടുപോകരുതല്ലോ പ്രധാന കാര്യം. ഇത് 2-3 പേജൊക്കെ ആയി. ഇനിയിപ്പോ ഞാൻ ആ പേജിൽ നോക്കിയിട്ട് പറഞ്ഞ ആകെ പ്രശ്നമാവും. ബ്യൂട്ടിഫുൾ, awesome, that's what I would say. ഇത് കേട്ടോണ്ടിരിക്കുക എന്ന് മാത്രമല്ല, കണ്ടുകൊണ്ടിരിക്കുക മാത്രമല്ല, അനുഭവിച്ചും കൂടെ തോന്നി എനിക്ക്. ഞങ്ങൾ ഓണം പ്രോഗ്രാം ആദ്യമായിട്ട് ഓൺലൈനിൽ തുടങ്ങുമ്പോൾ ടീച്ചേഴ്സിനോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഓക്കെ, കം വിത്ത് ഐഡിയാസ്. അപ്പൊ ദേ കേം വിത്ത് ഐഡിയാസ്. അവരുടെ മനസ്സിൽ അപ്പോഴും ഞങ്ങളുടെ സ്റ്റേജും അവിടെ കുഞ്ഞുങ്ങൾ നടത്തുന്ന പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ലല്ലോ, വേണ്ട, പേരൻസ് ആയിക്കോട്ടെ. അപ്പൊ ലാസ്റ്റ് ഇയർ കുറച്ചുകൂടെ ഞാൻ അതിൽ മോണിറ്റർ ചെയ്തിട്ട് കൂടുതൽ പേരൻസിനെ ഇൻവോൾവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ചെയ്തു. ആൻഡ് റിസൾട്ട് വാസ് ഗ്രേറ്റ്. സത്യത്തിൽ ഇപ്പം സ്കൂളിൽ ഞാനൊരു ഓണാഘോഷം നടത്തുകയാണെങ്കിൽ ആകെ ഒരൊറ്റ ഓണാഘോഷം ഉണ്ടാവുള്ളൂ. കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാം, അത്രേ ഉള്ളൂ. ആൻഡ് പേരൻസിനെ സങ്കല്പിക്കാനും കൂടെ വയ്യ. ഇതിപ്പോ ഓരോ ക്ലാസ്സും ഒരുക്കി കൊണ്ടുവരുന്ന കാര്യങ്ങൾ അത്ര ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങള് ഈ ക്ലാസ്സിനെ നേരെ മിക്സ് ചെയ്യാണ്ട് ഒരു 14 കൊല്ലം വിട്ട് നിങ്ങൾ തകർക്കൂല്ലോ കൂട്ടേ. നിങ്ങൾ ഞാനിങ്ങനെ ആശയുടെ ക്ലാസ്സിൽ നിന്ന് നാസ്നീൻ മിസ്സിന്റെ ക്ലാസ്സിലേക്ക്, നാസ്നീൻ മിസ്സിന്റെ ക്ലാസ്സിൽ നിന്ന് നെക്സ്റ്റിലേക്ക്, അങ്ങനെ നിങ്ങൾ 14 years പോയാല് നിങ്ങൾ തകർക്കും. അത്രയും വരെ പോകാൻ ഞാൻ ഉണ്ടാവില്ല. എന്നാലും തീർച്ചയായിട്ടും വാട്ട് എ നോസം ടീം. ഈ പാട്ടുകളൊക്കെ നിങ്ങൾ എൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ചൂസ് ചെയ്തേ എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് അറിയാം അത് ചെയ്ത ആളെ, മിസ്റ്റർ രഞ്ജിത്ത് അല്ലേ. ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ കണ്ടു. വൈഗയുടെ അച്ഛനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? മിസ്റ്റർ രഞ്ജിത്ത്. ആൻഡ് ദി എഡിറ്റിംഗ്, അത് അതിലും വലിയ സംഭവം. രഞ്ജിത്തിനെ കണ്ടുപിടിക്കൂട്ടോ, വൈഗയുടെ അച്ഛനെ. എല്ലാവരും
മാം പൂജ മാം ആൻഡ് എഡിറ്റിംഗ് പാർട്ട് ഭയങ്കര നല്ലതാണ്. അത് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനൊക്കെ ഉള്ള ഇന്ന് പഴയ സീൻസ് എത്ര തോട്ട്ഫുൾ ആയിട്ടാണ് നിങ്ങളത് ചെയ്തിരിക്കുന്നത്. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അത് എങ്ങനെ ഭംഗിയാക്കാം. നിങ്ങൾ കോളേജിലൊക്കെ ഭയങ്കര പാർട്ടികൾ ഇരുന്നിരിക്കുന്നു ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ആദ്യമേ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. പല പേരൻസും പ്രത്യേകിച്ച് അമ്മമാര് അച്ഛന്മാരും ഒക്കെ തന്നെ ഇപ്പൊ കൂടിയ റെസിഡൻസ് അസോസിയേഷൻ, റോട്ടറി ക്ലബ്ബ് അവിടം വരെ, അല്ലെങ്കിൽ ഓഫീസിലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അത്ര വരെയൊക്കെ നിങ്ങൾ പെർഫോം ചെയ്യില്ലു. ഇത് സംഭവം അതൊന്നുമല്ല. നിങ്ങളുടെ വീഡിയോ എല്ലായിടത്തും പോകും, ഇൻക്ലൂഡിങ് ദ റീജിയണൽ ഓഫീസർ ഓഫ് CBSE, ബിഷപ്പ്, അങ്ങനെയുള്ള ആളുകളെല്ലാം, പിന്നെ എല്ലാ പേരൻസിനും, എനിക്കടക്കം ബന്ധുക്കളൊക്കെ അന്യനാട്ടിലൊക്കെ ഉണ്ടോ, അവിടെ എല്ലാം പോകും ഇത്. ആൻഡ് അതിന്റെ ബ്യൂട്ടി, you're killing it, I would say. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. സൂര്യ ആൻഡ് സാരംഗ്സ് പേരൻസ്, സൂര്യ ആൻഡ് ഡോക്ടർ സുജിത്. സാരംഗ് എങ്ങനെ സംസാരിക്കണേലും ഒരു അത്ഭുതമില്ല. ഇതുമാതിരിയുള്ള അച്ഛനമ്മ ഉണ്ടായ മത്തങ്ങ മുളപ്പിച്ച കുമ്പളങ്ങ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഗ്രേറ്റ് സാരംഗ്, യു ഹാവ് ഓസം പേരൻസ്. സൂര്യ മാം, നിങ്ങൾ ഈ പരിപാടി എന്താ നിങ്ങളുടെ പ്രൊഫഷൻ എനിക്ക് അറിയില്ല. മാം എന്താ ചെയ്യുന്നത്? ഇല്ല, ഞാൻ ഹൗസ് വൈഫാണ്. ആണോ? എന്നാ തുടങ്ങിക്കോളൂ കേട്ടോ. ഒരു ഇവന്റ് ടീമൊക്കെ തുടങ്ങി ആങ്കറിംഗ് ഒക്കെ ഇങ്ങോട്ട് ഏറ്റെടുത്തോളൂ. യോ, മലയാളം ഇസ് ബ്യൂട്ടിഫുൾ, കൂൾ. ഇന്ന് നിങ്ങളുടെ മുമ്പിലൊന്നും മലയാളം അങ്ങനെ പറയാൻ എനിക്ക് അറിയില്ല. പിന്നെ ഡോക്ടറെ പറ്റിയിട്ട് ഞാൻ മുമ്പും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ശരിക്കും ഞാനിന്ന് വിചാരിച്ചു ചക്ക മുളപ്പിച്ച മാങ്ങ ഉണ്ടാവില്ല, മാങ്ങ മുളപ്പിച്ച കുമ്പളങ്ങി ഉണ്ടാവില്ല എന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. കുട്ടികൾ ഓരോരുത്തരെയും കാണുമ്പോ ഇന്ന ആളുടെ പേരന്റ്, നിങ്ങൾക്കൊക്കെ ഇനിയിപ്പോ ഒരൊറ്റ ഡെസിഗ്നേഷനേ ഉള്ളൂ. നിങ്ങൾ എത്ര വലിയ ആളുകളായാലും, സാരംഗിന്റെ അച്ഛനമ്മ, ജോർഡന്റെ അച്ഛനമ്മ, ഇവാൻസിന്റെ അമ്മ, ഡാനിന്റെ ചേച്ചി, ഡാനിന്റെ മുത്തശ്ശി, ഇങ്ങനെയൊക്കെയാണ് പേര്. എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവുള്ളൂ. കാരണം അവരെ നിങ്ങളെയും കടത്തി വിട്ടുവല്ലോ. ആൻഡ് ഇറ്റ്സ് ഓസം. എനിക്ക് എവിടെന്നാ തുടങ്ങണ്ടേന്ന് അറിയില്ല. ഇറ്റ്സ് ഓൾ ഗോയിങ് ത്രൂ മൈ ഐസ് ജസ്റ്റ് ലൈക്ക് ഫ്ലാഷസ്. പുലികൾ, ഞാൻ തൃശ്ശൂർക്കാരിയാണേ. പുലികളുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. പല തരത്തിലുള്ള പുലികളും പലതും ചെയ്യണതും കണ്ടിട്ടുണ്ട്. പക്ഷെ വാതിലും കയറി പോണ പുലികളെ റിയലി അത് കണ്ടംപററി ആയിട്ടുള്ള കാര്യങ്ങൾ പഴയത് ചേർത്ത് വെക്കുമ്പോഴേ ഭംഗിയുള്ളൂ. അത് എപ്പോഴും പഴയത് മാത്രം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ആനിന്റെ ഗ്രിഗോറിയൻ ഓണത്തിനെ പറ്റിയിട്ടുള്ള ഓർമ്മയും. ആൻഡ് ഇഫ് യു ആർ ദേർ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ അങ്കിൾമാരുടെ കൂടെ പാടാനൊന്നും പോകരുത്. നിനക്ക് കൂടെ നിൽക്കാൻ പറ്റില്ല. ബാക്കി എന്തും, ഇഫ് യു സ്മൈൽ, ഇഫ് യു ഡു സംതിങ്, ഒക്കെ ശരിയാ. പാടാൻ പോകരുത് അങ്കിൾമാരുടെ കൂടെ കേട്ടോ. യെസ്റ്റർഡേ ഓൺവേർഡ്സ് ഐ എം സീയിങ്, രാത്രി 11th ഓണം പ്രോഗ്രാം ആയിരുന്നു, അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നലെ ആ സാരി ഉടുത്ത് ഉറങ്ങ പോലെ ഉണ്ടല്ലോ, ഇന്നിപ്പോ കണ്ടായിരുന്നു. പക്ഷെ ഐ നോ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന്. ഇറ്റ്സ് സോ നൈസ് ടു സീ യു. ആൻഡ് ആ പറയുന്നത് എത്ര നാച്ചുറൽ ആയിട്ടാ വരണേന്നുള്ളത്. ഷീ നീഡ് ടു ജസ്റ്റ് സ്മൈൽ ടു മേക്ക് എവറിബഡി ഫീൽ ഹാപ്പി. പക്ഷെ പാട്ട് പാടരുത്. ആൻഡ് എനിക്ക് വാക്കുകളില്ല ഇതിൽ ആരെ പറ്റി പറഞ്ഞ ആരെ വിട്ടുപോയാലോ എന്നുള്ളതാ. കുഞ്ഞുങ്ങളും ഭയങ്കര കഴിവുള്ള കുട്ടികൾ, ഭയങ്കരം എന്നുള്ള വേർഡ് ഉപയോഗിക്കാൻ പാടില്ല ഭംഗിയുള്ള സാധനങ്ങൾക്ക്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയം അങ്കുരിപ്പിക്കുന്നത് എന്നാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോ അങ്ങനെയായി പോവാണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇറ്റ്സ് ആൻ എലിവേറ്റഡ് ലെവൽ. അപ്പൊ നല്ലത് ഇതിൽ മേലെ, അപ്പൊ എനിക്ക് ഭയങ്കര ഭംഗിയുണ്ടെന്ന് പറയാം, അങ്ങനെ പറയാൻ പാടില്ല. അത്രയും ഭംഗിയുള്ളത് എന്നാണ് പറയേണ്ടത്. പക്ഷെ പറഞ്ഞു വരുമ്പോ എനിക്ക് ആ വാക്ക് തന്നെ വരും. Children are so talented and free. We shouldn't be complaining about online classes teachers. We shouldn't be complaining. This wouldn't have happened. ഈ കുട്ടികളുടെ കോൺഫിഡൻസും ഇതൊന്നും നമുക്ക് ലോകത്തിനെ കാണിക്കാൻ പറ്റുമായിരുന്നില്ല. ഇപ്പൊ നാസ്നീന മിസ്സിനെ വിളിച്ചിട്ട് എന്തെങ്കിലും പറയാൻ പറഞ്ഞ നാസ്നീൻ മിസ് ഏതാണ്ട് കരയാനുള്ള ലൈനിലായിരിക്കണേ. അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പേടി. All wonderstruck and emotionally charged. Everybody, even I am like that, and I'm very surprised that without breaking my voice, how am I talking? അതൊരു എന്താ പറയാ, കുടം നിറഞ്ഞു കഴിഞ്ഞിട്ട് പോവില്ലേ, തൂവി പോവില്ലേ, അതുപോലെയാ. മിസ്റ്റർ രഞ്ജിത്ത്, the way you selected the songs,
എൻ്റെ മനസ്സിൽ കയറി ഇരുന്നിട്ട് സെലക്ട് ചെയ്ത പോലെ ആ സോങ്സും അതിൻ്റെ പ്രസന്റേഷനും ഭയങ്കര മാച്ചിങ് ആയിട്ടുണ്ട്. വൈഗയുടെ അച്ഛനാണെന്ന് എനിക്ക് മനസ്സിലായി. വൈഗ ചൈൽഡ് എല്ലാവരും, എനിക്കിങ്ങനെ ഓരോ കുട്ടിയുടെ പേര് എഴുതാൻ പറ്റിയിട്ടില്ല, എന്നാലും പിന്നെയും വരുന്ന കുട്ടികളെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വരുമ്പോ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് സൗകര്യമായിട്ട് സെലക്ട് ചെയ്യാം. എത്ര വേണമെങ്കിൽ ടാലന്റഡ് കുട്ടികളുണ്ട്. 25 of them. How many you have, Miss Nazneen? 23 or 25? 26. Okay. I saw her. Eva Neshan was the last one, isn't it? Yes. I saw Eva there. So the ones who are going to a particular teacher is blessed to be there. ഓരോ ടീച്ചറും ഓരോ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രനും ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. ആൻഡ് ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഐ എം ഓവർവെൽംഡ്. അതിനുള്ള മലയാളം വാക്ക് ഇപ്പൊ കിട്ടുന്നില്ല. ഓവർവെൽംഡ് ബൈ ഇമോഷൻസ്, ബട്ട് സ്റ്റിൽ നിറകുടം തുളുമ്പാതിരിക്കുന്ന പോലത്തെ ഒരു ഇമോഷൻ ആയതുകൊണ്ടായിരിക്കും വളരെ മനസ്സ് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ വാക്കുകൾ ഇല്ലാതാവും, ചിലപ്പോ ഇമോഷണലി വാക്കുകൾ പുറത്തു വരും. അത് ഏതാണ്ട് നിറഞ്ഞിരിക്കണ കുടത്തില്ല. നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുമ്പോ യു ക്യാൻ ക്യാരി ഇറ്റ്. അതങ്ങനെ തുളുമ്പി വല്ലാണ്ടേ പോവില്ല. എനിവേ, ബ്യൂട്ടിഫുൾ. എനിക്ക് ഇസബലിന്റെ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നുള്ള ആ വാക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. സോ ബ്യൂട്ടിഫുള്ളി സെഡ്. എവറി ലൈൻ ദാറ്റ് യു ഹാഡ് ടൈപ്ഡ് ആൻഡ് ഷോൺ ആൻഡ് മേഡ് ദ ചിൽഡ്രൻ സ്പീക്ക്, that was great. സാരംഗിന്റെ ഇൻവിറ്റേഷൻ സോ ക്യൂട്ട് ആയിരുന്നു. ആൻഡ് എല്ലാവരും, നിങ്ങൾ ഓരോ പാരന്റും എടുക്കുന്ന എഫേർട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് ആണ് അവരെ ഇനിയും മുന്നിലേക്ക് കൊണ്ടുപോവുക. ഇനി അവർക്ക് ഒന്നിനെയും പേടി ഉണ്ടാവില്ല എന്ത് കാര്യം ചെയ്യാനും. അല്ലെങ്കിൽ ഗ്രിഗോറിയൻ പിള്ളേർ അങ്ങനെ പുറകിലേക്ക് പോകുന്ന കുട്ടികളല്ല, ആവശ്യത്തിൽ കൂടുതൽ എടുത്തു ചാടുന്ന കുട്ടികളുമില്ല. വെരി കമ്പോസ്ഡ്, ബാലൻസ്ഡ് കൈൻഡ് ഓഫ് ചിൽഡ്രൻ. സോ ഇപ്പം മെയിൻ ആയിട്ട് എന്റെ പണി ഓൺലൈനിൽ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഒരു ചാർട്ട് വെച്ചിട്ടുണ്ട്, ഏതൊക്കെ സമയത്ത് ഓൺലൈനിൽ കയറണം. മിസ്സാവരുതല്ലോ പ്രോഗ്രാംസ് ഒക്കെ. ഓണം പ്രോഗ്രാം മാത്രമല്ല, അതിന്റെ ഇടയിൽ ഇൻഡിപെൻഡൻസ് ഡേ, അതിന്റെ റിഹേഴ്സൽ, ഇങ്ങനെ ഓൺഗോയിങ് ആണ്. പക്ഷെ എവറിഥിങ് ഇസ് എ ത്രിൽ, ആൻ എക്സ്പീരിയൻസ് ദാറ്റ് ഹൗ ബ്ലെസ്ഡ് ഐ ആം. എത്ര അനുഗ്രഹീതമായിട്ടുള്ള ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അതിന് ജോലി എന്ന് കൂടെ പറഞ്ഞ് തൃണവൽക്കരിക്കരുത്, ശരിയല്ലേ? ചെറുതാക്കരുത്. ഇതൊരു ജോലിയല്ല, ഇതൊരു പാഷനാണ്, ഒരു അനുഗ്രഹമാണ്. നിങ്ങളെ കുട്ടികളെ പോലെയുള്ളവർ പഠിപ്പിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി തരാൻ നല്ല ബുദ്ധി ഉണ്ടാക്കുക. ഒരു ടീച്ചർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് സരസ്വതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്കിങ്ങനെ ക്രാക്ക് ചെയ്ത് അപ്പുള്ള ഐഡിയ വരുള്ളൂ. ഞാൻ ഏതാണ്ട് പൊസസ്ഡ് ആയ മാതിരി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും, ഇത് ഇങ്ങനെ ചെയ്യാം, അത് അങ്ങനെ ചെയ്യാം. ബട്ട് ഐ ക്യാൻ ഡ്രീം ബിഗ്. യു നോ വൈ? എന്റെ ടീച്ചർമാർ അത് ഏറ്റുപിടിച്ചോളൂ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ടീച്ചർമാർ മാത്രമല്ല ഏറ്റുപിടിക്കാൻ, നിങ്ങൾ അതിലേറെ ഏറ്റുപിടിക്കുന്നു. അപ്പൊ ഇനി നിങ്ങൾക്ക് ചാലഞ്ച് തരലാണ് ഇനി എന്റെ നെക്സ്റ്റ് എയിം. ഐ വാസ് ആക്ച്വലി പ്ലാനിങ്, യു നോ വാട്ട്, നെക്സ്റ്റ് ഇയർ ഇസ് 25th year of Gregorian Public School. I am challenging this tulip batch. Come up with ideas. You are 1,000 times better than me. കണ്ടുപിടിക്കൂ, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കും. നമുക്ക് ഓൺലൈനോ ഓഫ്ലൈനോ ഡേയ്സോ മന്ത്സോ സെലിബ്രേറ്റ് ചെയ്യാം. ഹോൾ കൊല്ലം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. പഠിക്കുന്ന സമയം എടുത്താൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ട്, നിങ്ങളത് കൂളായിട്ട് സാധിച്ചു തരുന്ന എനിക്കറിയാം. നിങ്ങൾ ഓരോ ഗ്രൂപ്പിനെ ഏൽപ്പിച്ചാൽ മതി. So start thinking. We'll have core committees, we'll have meetings, we'll decide, plan. Okay, so your talents can come out. നിങ്ങൾ എത്ര പാഷനേറ്റ് ആയിട്ട് പാട്ട് പാടുന്ന ആൾക്കാരുടെയൊക്കെ മിസ്റ്റർ കെൽവിൻ അല്ലേ, ആൻഡ് ഡോക്ടർ സുജിത്തിന്റെ ഒക്കെ എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊരു സ്പിരിറ്റ് ആണ്. മലയാളി മങ്ക, എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. മലയാളി മങ്ക ആരാന്ന് ചോദിച്ചപ്പോ ഉത്തരം പറഞ്ഞു അതെന്റെ കൽബാണെന്നാണോ പറഞ്ഞേ? കൽബാണെന്നാണ് പറഞ്ഞത്. ഗ്രേറ്റ്. അപ്പൊ ഞാൻ തെറ്റിക്കേട്ടതായിരിക്കോ കൽബ് എന്ന് പറഞ്ഞത് എന്നുള്ളത്. യുനോ, വേർഡ്സ് വിച്ച് നോർമലി ഡു നോട്ട് കം ടു അസ്, അത് ശരിക്കും സട്ടിൽ ഇമോഷൻസ്, സട്ടിൽ എക്സ്പ്രഷൻസ് ഒക്കെ അറിയുന്നവർക്കേ നിങ്ങൾ ചെയ്ത പോലത്തെ വേർഡ്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഏത് സ്കൂളിൽ ഇത്ര കുഞ്ഞു പിള്ളേരെ വിളിച്ച് ഇങ്ങനെ പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ?
പറ്റില്ല. ഞാൻ തന്നെ എത്ര ഭംഗിയിൽ മലയാളം ഇത്ര നേരം പറയുന്നുണ്ടല്ലോ. ഞാൻ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ കൂടെ ഇംഗ്ലീഷ് വേർഡ്സ് വരും, ഔട്ട് ഓഫ് പ്രാക്ടീസ്. മലയാളം അറിയാത്ത ആളൊന്നും അല്ല കേട്ടോ. ഞാൻ നല്ലോണം മലയാളം അറിയുന്ന ആളാ. എൻ്റെ ഭാഷ കേട്ടാലും അറിയില്ലോ. ഞാൻ തൃശ്ശൂർക്കാരിയാണെന്നും അറിയില്ലോ. എല്ലാവരും അറിയുന്നത് തന്നെ എനിക്കിഷ്ടം. എൻ്റെ റൂട്ട്സ് അറിഞ്ഞിട്ട് മതി ഞാൻ വലുതാവുന്നത്. ആദ്യം റൂട്ട്സ് ഡീപ്പായിരിക്കണം. മലയാളം ന്യൂ NEP പോളിസി എന്താ പറയുന്നതെന്ന് വെച്ചാൽ 5th സ്റ്റാൻഡേർഡ് വരെ കുട്ടികളെ എല്ലാ കോൺസെപ്റ്റ്സും മലയാളത്തിൽ പഠിച്ചിട്ട്